ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. ഇന്ന് അമ്മാമ്മ നമ്മുടെ വീട്ടിലുള്ള കാരണം ഞാൻ വേഗം എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മണിക്കുട്ട അവിടെ കൊറേ പണി എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാനിട്ട് അവൻ ഫിഷ് ടാങ്കും കൊറേ ഓരോ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര നിഷ്കളങ്കനായിട്ടാണ് ഇരിക്കണത്. കണ്ണെപ്പോഴും അവന്റെ നിറഞ്ഞിരിക്കും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ക്ഷീണം എന്തായാലും പറയടാ, നിന്റെ ശബ്ദം പിള്ളേര് കേട്ടിട്ടില്ലേ? ഫാൻസുകാര് കേക്കട്ടെ, പറയും. ഇനി അവ ഒന്നും മിണ്ടില്ല, അവനെ വായ പൊത്തി. ചില നേരത്ത് ഊമയ, ചില നേരത്ത് നമുക്ക് വർത്താനം കൊണ്ട് സഹിക്കാൻ പറ്റൂല. കൊച്ചു വീഡിയോ കോൾ ചെയ്യണ്ടല്ലോ. അമ്മാമ ഉണ്ട് ഗൈസ് ഇവിടെ. അമ്മാമ എന്താ പറയാളേ? അന്റെ ഓണൊക്കെ കഴിഞ്ഞു മക്കളെ, അത്രയുള്ള എനിക്ക് പറയാൻ. ഓണൊക്കെ അമ്മാമ്മയുടെ വല്ല പാട്ട് കാച്ചിക്കോ. ആ മാവേലി നാടു മാവേലി കാലൊക്കെ കഴിഞ്ഞു. വേറെ പാട്ട് പാടും. ഇതിലേക്ക് നോക്കിട്ട് വേണം പാടുന്നത്. അല്ല കറ്റ കറ്റ കയറിട്ടു എന്ന് പറഞ്ഞ പാട്ട് പാടുന്ന അത് വേണ്ട അല്ലേ? മാവേലി സിനിമ പാട്ട് പാട്. ആ ഞാൻ പാടിയാ അമ്മ പോലെ കറ്റ കറ്റ കയറിട്ടു കയറോണ്ട് 5 മടക്കിട്ടു നെറ്റിപ്പട്ടം കോലവുമായി മാവേലി വന്നല്ലോ. വേറെ പാട്ട് പാട്. അല്ല അമ്മ പാടുന്നുണ്ടപ്പോ ഞാൻ എനിക്ക് അപ്പൊ ഓർമ്മ വന്നു. ഞാൻ പാടി കൊടുക്കുന്നത് എന്നിട്ട് ആറാപ്പോ ഹീറോ ഹീറോ ഒന്ന് വിളിച്ചോളൂ. കഴിക്ക് എല്ലാവരും കഴിക്ക്. ബിരിയാണി കഴിക്കാണ്ട് ഒരാള് ഇവിടുന്ന് പോവാൻ പാടില്ല. ഒക്കെ എല്ലാവരും ബിരിയാണി വെച്ചിട്ട് പോയാൽ മതി. എന്ന് വെച്ചാൽ എല്ലാ മക്കൾക്കും ഒരുമിച്ച് വെച്ച് കാത്തിരുന്ന് ഇത്ര നേരമായിട്ട് നിങ്ങൾ ഇപ്പളാ വന്നത്. അത് പറഞ്ഞാൽ ഒരാൾക്ക് ബസ് കിട്ടിയില്ല, ഒരാൾക്ക് എന്തുട്ടാ കിട്ടാഞ്ഞ വണ്ടി കിട്ടിയില്ല. ഇതൊക്കെ ഇനി ഉണ്ടായത് മനസ്സിലായ അല്ല. എപ്പോഴും ഒന്ന് ഒരുമിച്ച് കൂടി കാണാം. വയസ്സായില്ലേ, നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, ഒക്കെ വയ്യാണ്ടിരിക്കുന്ന കാലങ്ങളാ. ഇന്ന് കണ്ടെങ്കിൽ എപ്പോ കണ്ടു, പോയി അപ്പൊ കണ്ടു, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയാണ് ഈ വിളിച്ച് വരാൻ പറയുന്നത്. അല്ലാണ്ട് വേറെ ഒന്നല്ല വരാൻ പറയുന്നത്. ഇതെല്ലാവരും കേൾക്കും. അമ്മാമ്മക്ക് കാണാൻ വേണ്ടിട്ട് നാടാകെ കേൾക്കാൻ പോകുന്ന കുപ്രസിദ്ധ ന്യൂസാണ്. ആ സങ്കടമുള്ള അമ്മാമ്മക്ക്. അമ്മാമ്മക്ക് അറിയാൻ പോക. അമ്മാമ്മക്ക് അറിയണ്ട. അമ്മാമ്മ എന്തിനാ അമ്മാമ്മ വിഷമിക്കണേ? അമ്മാമ്മ എന്തിനാ അമ്മാമ്മ വിഷമിക്കാൻ? എല്ലാവരും ബിരിയാണി കഴിച്ചോളെ. എന്തൊക്കെയാ അമ്മാമ്മ ഉള്ളത്? ബിരിയാണി വെച്ചിട്ടുണ്ട്. അതില് എന്നിട്ട് അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരി ഉണ്ട്, സവോള വാട്ടിയുണ്ട്, മണമുള്ള സാധനങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ തൈരുണ്ട്, അതില് പച്ചമുളക്, ഇഞ്ചി, വേപ്പില. ബിരിയാണി പിന്നെ പോർക്ക് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഡ്രൈ ആക്കിയിട്ട് പോർക്ക് എടുത്തിട്ടുണ്ട്. എനിക്ക് എന്റെ അറ്റത്ത് പല്ല് വരണേന്റെ ഒരു ചെറിയ വേദനയുണ്ട്. അമ്മ ഇവിടെ ഫുഡ് കൊണ്ടുവന്ന് വെച്ചതാണ് ഗൈസ്. ഞാനപ്പൊ പറഞ്ഞു വന്നത് അതല്ല, പറഞ്ഞു വന്നിട്ട് ഫ്ലോ പോയി. കണ്ട അയ്യോ എന്തിട്ട് പറഞ്ഞു വന്നേടി? പല്ല്. അപ്പൊ എനിക്കിവിടെ പല്ലിങ്ങനെ കണ്ട അറ്റത്ത് പല്ല് ഇങ്ങനെ മോണ പൊളിഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വേദന ഉണ്ട്. എനിക്കപ്പൊ രാത്രി ആവുമ്പോ എനിക്ക് ഇവിടേക്ക് ഇങ്ങനെ വേദന ഇങ്ങനെ ഇറങ്ങും. ശരി, അച്ഛനൊന്നും ഇല്ല ഇവിടെ ഗൈസ്. അച്ഛൻ മോളുണ്ടാക്കി ബിരിയാണി അടിപൊളിയായി. സൗണ്ട് കുറച്ചേ. നമുക്ക് മൈക്കില്ലാത്ത കാരണം നല്ലപോലെ ഒച്ചെടുത്ത് സംസാരിക്കണം. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ആരോ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി സംസാരിക്കുന്നത് കേൾക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി മൈക്ക് വാങ്ങണ വരെ കുട്ടികൾ സഹിച്ചേ പറ്റൂ. കാരണം നമുക്ക് മൈക്കില്ലാത്ത കാരണം പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവില്ല. ഞാൻ എന്നാലും പരമാവധി എഡിറ്റ് ചെയ്യുമ്പോൾ വോയിസ് നല്ലപോലെ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. എങ്കിലും എന്താണെന്ന് അറിഞ്ഞില്ല. നിങ്ങൾ വോയിസ് വീഡിയോ ഓൺ ചെയ്ത് വീഡിയോ കാണുമ്പോൾ ഒന്നുകൂടി വോളിയം കൂട്ടി വെച്ച് കണ്ടാൽ മതി അല്ലേ? അമ്മ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവാ. അപ്പം അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ എവിടെയാ പണി എന്ന് അറിഞ്ഞൂടാ. എറണാകുളത്തൊക്കെയാന്ന് തോന്നുന്നു അച്ഛന് പണി. തിരുവനന്തപുരത്ത് അച്ഛന് പണി. ട്രിവാൻഡ്രത്ത് തന്നെയല്ല പണി. അച്ഛൻ അവിടെ തന്നെയാ പണി. അപ്പൊ അമ്മാമ്മ ഇപ്പൊ 2 ദിവസത്തേക്ക് ഇങ്ങോട്ട് നിക്കാൻ വന്നേക്കാ. അവര് ടൂറ് പോയേക്കാ, മാമനും അമ്മായി എല്ലാം കൂടി. അപ്പൊ അമ്മാമ്മ ഇങ്ങോട്ട് പോന്നു. അപ്പൊ അമ്മാമ്മ ഇങ്ങോട്ട് പോകുന്ന സ്ഥിതിക്ക് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടും പോന്നു, പാലയ്ക്കുന്ന്. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ അമ്മാമ്മ വന്ന എന്റെ സ്പെഷ്യലായിട്ട് അമ്മാമ്മക്ക് ട്രീറ്റ് കൊടുത്തതാണ് ഇതിട്ടാ. നാവ് ഉളുക്കിയിട്ടാണ് ഈ വർത്താനം പറയാനും പറ്റും. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. കൈയെല്ലാം കഴുകി ഫുഡ് കഴിക്കാൻ വേണ്ടി വിചാരിച്ചു. അമ്മാമ്മ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുക. കൊച്ചുവിന്റെ കഴിക്കല് വേഗം കഴിഞ്ഞിട്ടുണ്ട്.
ഒരമ്മ അത്രേ കണ്ടുള്ളൂ. ക്യാമറ കണ്ടോ ഒരു രണ്ടാം കല്യാണം മോഹിച്ചിട്ടല്ല. ബിരിയാണി കഴിക്കാത്ത ഇന്നു മുതൽ മുത്തലക്ഷ്മി അവന്റെ അമ്മയാകണം. ആ പല്ല് പൊളിഞ്ഞാൽ ഭയങ്കര വേന. കുറച്ച് സമയം പിടിക്കും കഴിച്ചു തീർക്കാൻ. എന്നാലും നന്നായി അടിച്ച് കേൾക്കൂട്ടാ. അവിടെ ഇന്നലെ ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കിണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇരുന്ന് കഴിച്ചു. അപ്പോഴൊന്നും വേനുണ്ടായിരുന്നില്ല. വിശപ്പിന്റെ നേരത്തെ നമുക്ക് വേന വരില്ല. അല്ലാത്ത സമയത്താണ് ബിരിയാണി കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. കറി അമ്മാമ്മ വെച്ചതും ബിരിയാണി ക്ലാസ് ഉണ്ടാക്കിയത്. ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടാണ് അപ്ലോഡ് ചെയ്യണേ. എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം അവിടെ എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചു തുടങ്ങി. അമ്മാമ്മയുടെ അടുത്ത് വർത്താനം പറഞ്ഞ് കഴിക്കാൻ വിചാരിച്ച് ഫോൺ ഒരു സൈഡിൽ വെച്ച് സമാധാനമായിട്ടൊന്ന് കഴിച്ചു തുടങ്ങി കേട്ടോ. അമ്മയ്ക്ക് കല്യാണത്തിന് മുന്നും കുറെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വ്രതങ്ങളുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് തിങ്കളാഴ്ച നോമ്പ്, ചൊവ്വാഴ്ച നോമ്പ്, ബുധനാഴ്ച നോമ്പ്, കണ്ടു. അപ്പൊ തിങ്കളാഴ്ച നോമ്പ്, വെള്ളിയാഴ്ച നോമ്പൊക്കെയാണ് അമ്മയ്ക്ക്. ഇന്ന് അമ്മയ്ക്ക് വെള്ളിയാഴ്ച നോമ്പ്. അതുകൊണ്ട് അമ്മ ചിക്കനും മീനും കഴിക്കില്ല. ഞാൻ എപ്പോഴും അങ്ങോട്ട് നോക്കി പറയും. ഒന്നും പറ്റില്ല. ഒരിക്കലായിരുന്നു അമ്മക്ക്. അമ്മ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല, അമ്മ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല കേട്ടോ. അതുപോലെ അമ്മയൊക്കെ എന്നിട്ട് ഞാനൊരു വയറ് നിറഞ്ഞ് വീട്ട് മുട്ടി അമ്മ ഓരോ വയ്യാതായിരുന്നു. അമ്മാമ്മ ഇപ്പൊ ആവശ്യം പോലെ വയറ് നിറച്ച് കഴിച്ചു. വയറ് നിറച്ച് കഴിച്ച് വീട്ടിൽ ചിപ്പൊക്കെ കഴിച്ചിട്ട് കഴിക്കുക. സിപ്പപ്പ് ചിക്കപ്പ് അപ്പൊ അതെല്ലാം കഴിച്ചിട്ട് കെടുക്കുക. പിന്നെ വെളിച്ചെണ്ണപ്പം കഴിക്കാണ്ട് കേട്ടാ. അയ്യോ അത് എടുക്കട്ടെ. ഇതെല്ലാം അമ്മ നമ്മുടെ സൈഡില് കൊണ്ടു വെച്ചേക്ക കഴിക്കാൻ. ആർക്കും കൊടുക്കാണ്ടിരിക്കെ എനിക്കിഷ്ടമുള്ള സാധനമായി കാരണേ വെളിച്ചെണ്ണ അപ്പൊ എത്ര എണ്ണം തന്നെ കൊറേ ഉണ്ട് കഴിക്കാൻ. രണ്ടെണ്ണം എനിക്കുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ തല്ലിയൊടിയിട്ട് വെച്ചോണ്ട് ഈ രണ്ടെണ്ണം എനിക്ക് വെളിച്ചെണ്ണ അപ്പൊ വേണ്ട. കൊറേ കൊല്ലങ്ങൾക്ക് ശേഷം എന്റെ മോള് ഉണ്ടാക്കിയിട്ട് എനിക്ക് എടുത്തതാ. എന്റെ മക്കള് വന്നോടെ വെച്ചോണ്ട് ഞാൻ വിളിച്ചോണ്ട് അടച്ചേക്കില്ല. അമ്മയുടെ അടുത്തുനിന്ന് അത് എടുത്ത് മാറ്റാണ്ടിരിക്കുന്നത് നമ്മളാരും എടുക്കാണ്ടിരിക്കാന്. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ വ്രതങ്ങളൊക്കെയാന്ന് പറയേ. അമ്മയ്ക്ക് കല്യാണത്തിന് മുന്നേ വ്രതങ്ങളായിരുന്നു. ഇപ്പോഴും അമ്മ വ്രതങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച വ്രതം, വെള്ളിയും ചൊവ്വയും വ്രത. അപ്പൊ അത് കാരണം അമ്മ ഒന്നും ഓണൊന്നും കഴിച്ചിട്ടില്ല. അമ്മക്ക് ജിമ്മിക്ക് നേരെ പോകും. ആശുപത്രി, സിനിമാ തിയേറ്റർ, ഹോട്ടൽ, മറ്റ് വ്യവസായ എല്ലാവിധ സ്ഥാപന വസ്തുക്കളും, കൃഷിഭൂമി, എസ്റ്റേറ്റുകൾ, മറ്റ് പുരയിടങ്ങൾ. അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കല് കുറെ നേരത്തെ ഒരു 1.5 മണിക്കൂർ എടുത്തു തോന്നുന്നുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട്. കാരണം പല്ല് ഇതായോ കാരണം വർത്താനം പതിക്കാണ് തിന്നത്. എനിക്കിപ്പോ കുമ്പിടുമ്പോഴും വർത്താനം പറയുമ്പോൾ ഇവിടെയൊക്കെ എന്തോ ഒരു നേനങ്ങണ പോലെയൊക്കെ ഉണ്ട്. അപ്പൊ കുറെ നേരത്തെ പരിപാടിക്ക് ശേഷം ഫുഡ് കഴിച്ച് കഴിഞ്ഞു. കൊച്ചു പോയി, മണിക്കുട്ടൻ പോയി, അമ്മാമ്മ കുളിക്കാൻ പോയി, അമ്മ പാത്രം കഴുകുന്നുണ്ട്. ഞാനപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് വയറൊക്കെ സെറ്റ് ആവാൻ. ബിരിയാണി ആയ കാരണം ഇത്തിരി ഹെവി ആയ കാരണം കുറച്ച് നേരം കണ്ട ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ എനിക്കിവിടെ ഒരു വലിച്ചിൽ വരുന്നുണ്ട്. പകുതിയാ വന്നിട്ടുള്ള മോണ, ഇനി മോണ തുറക്കാണ്ട്. അപ്പൊ അതാണ് നമ്മുടെ അവസ്ഥ. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ കൊച്ചുള്ള കാരണം അവള് കൊണ്ടുവന്ന ഒരു ബോഡി കോൺഗ്രസ് എടുത്തിട്ട് നമ്മള് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഒന്നും ഇന്നത്തെ ദിവസം കഴിക്കണമൊന്നുമില്ല. 10 പൂട്ടാണ്. രാവിലെ വീട്ടിൽ നിന്ന് ചപ്പാത്തി മുട്ടക്കറിയും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഇതൊക്കെയാണ് പരിപാടികള്. അപ്പം ഞാൻ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം അവനൊക്കെ പോയില്ലേ. ഞാൻ അവൻ കുറച്ച് കഴിയുമ്പോൾ വരുള്ളൂ. രാത്രിയാവും വരാൻ. നാളെ എടുക്കാലോ വ്ളോഗ്. ഇതപ്പോൾ Day 1. Day 2 ആയിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാം. ടാറ്റാ, അടുത്ത വീഡിയോ കാണാം.